I know it is the right thing to do. It is because we have been giving out leave to remain and citizenship that we now cannot sustain our public services. Not enough housing to go around. People can't get a GP appointment. And what I find is that every time I'm talking about how we need to bring migration numbers down, we always focus on the edge case of, well, how exactly will this bit have an impact and so on. And we create almost a chilling effect of doing anything at all because it's all too difficult. This is how we've got into this mess in the first. കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് ബ്രിട്ടൻ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന കൺസർവേറ്റീവ് പാർട്ടികളായിരുന്നു. അതിന് അവസാനത്തെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ ഋഷി സുനക്. കഴിഞ്ഞ ജൂലൈ 4-ാം തീയതി നടന്ന ഇലക്ഷനിലാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത്. അതിന് മുൻപ് 14 വർഷമാണ് ഇവർ തുടർച്ചയായിട്ട് ഭരിച്ചത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഋഷി സുനക് ധാരാളം നടപടികളൊക്കെ കൈക്കൊണ്ടെങ്കിലും ഒന്നും തന്നെ ഫലം കണ്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വീഴ്ചയായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അവസാനം നമ്മൾ കണ്ടതാണ്, UK-ലേക്ക് വരുന്ന ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ റുവാണ്ടയിലേക്ക് അയക്കാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നു. അതും നടപ്പിലായില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷനിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് കൺസർവേറ്റീവ് ഗവൺമെൻറ് നേരിട്ടത്. അതിനുശേഷം ഇപ്പോൾ ലേബർ ഗവൺമെൻറ്റാണ് UK-യിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, UK-ലേക്ക് ലീഗലായിട്ട് വന്നിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു 98% ആൾക്കാർ ഇവിടെ ലീഗലായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് PR ലഭിക്കും, പെർമനൻറ്റ് റെസിഡൻസ് ലഭിക്കും. അത് കഴിഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മൾ UK അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിറ്റിസൺ ആകാനുള്ള യോഗ്യത നമ്മൾക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ലോകം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവരുടെ രാജ്യത്ത് നിന്നും നിഷ്കാസനം ചെയ്യുക എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അമേരിക്കയിൽ നിന്നും ഏകദേശം 105 ആൾക്കാരെ കൈയും കാലും വിലങ്ങ് വെച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് അയച്ച ഒരു കാഴ്ച നമ്മുടെ നാട്ടിലൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഇതേപോലെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവരുടെ നാട്ടിൽ നിന്നും പുറത്താക്കാനുള്ള നടപടികളാണ് ഇപ്പോഴേ കൈക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുറത്താക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേങ്കിൽ അവരെ ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ പരിഗണന വെച്ചുകൊണ്ട് മാത്രമേ അവരെ പുറത്താക്കാവൂ. നമ്മളിപ്പോൾ UK-യിലെ എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ കൺസർവേറ്റീവ് കക്ഷികളുടെ നേതാവായിരിക്കുന്ന കെമി ബെഡ്നോക്ക് അവർ കഴിഞ്ഞ നവംബർ മാസത്തിലാണ് റോബർട്ട് ജെൻറിക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ടോറി പാർട്ടികളുടെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, UK-യിൽ ഇപ്പോഴത്തെ ടോറികളുടെ ഒരു നിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പരുങ്ങലിലാണ്. ഫരാജിൻ്റെ റീഫോം പാർട്ടി വലിയ കുതിപ്പാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ 3 കൗൺസിലുകളിലാണ് ഇപ്പോൾ അടുപ്പിച്ച് ഫരാജിൻ്റെ ഈ ഒരു റിഫോം പാർട്ടി വിജയത്തിലേക്ക് വന്നിരിക്കുന്നത്. പോയിൻറ്റ്സുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേബറിനെയും കടന്നുകൊണ്ട് 25 പോയിൻറ്റുകളാണ് ഇവരിപ്പോൾ നേടിയിരിക്കുന്നത്. ലേബറും അതുപോലെ തന്നെ കൺസർവേറ്റീവുകളും വളരെ താഴ്ന്ന നിലയിലേക്ക് പോകുന്നു. അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിൻ്റെ ഒരു കടന്നുവരവാണ്. ഇപ്പോൾ കെമി ബെഡ്നോക്ക് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിലും അതുപോലെ തന്നെ നമ്മളുടെ മനസ്സുകളിലുമൊക്കെ തീ കോരിയിട്ടുണ്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ലീഗലായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് 5 വർഷം കഴിയുമ്പോൾ നൽകുന്ന PR ഇനിയിപ്പോൾ 10 വർഷമായിട്ട് വർദ്ധിപ്പിക്കണമെന്നാണ്. നമുക്കറിയാം, ഇവിടെ ലീഗലായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം നമ്മളൊരു വർക്ക് പെർമിറ്റിൽ വന്നിരിക്കുന്ന ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു കെയറോ അല്ലെങ്കിൽ ഒരു IT എഞ്ചിനീയറോ അല്ലെങ്കിൽ ടീച്ചറോ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റോ ഇവിടെ വന്നിട്ട് മാനം മര്യാദക്ക്, അതായത് നിങ്ങൾ ലീഗലായിട്ടായിരിക്കും ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ബെനിഫിറ്റുകളും നിങ്ങൾ നേടാൻ പാടില്ല, നിങ്ങൾ കൗൺസിൽ ഹൗസുകളൊന്നും എടുക്കാനായിട്ട് പാടില്ല, നിങ്ങൾ ചൈൽഡ് ബെനിഫിറ്റുകൾ ഒന്നും തന്നെ എടുക്കാൻ, അങ്ങനെ ലീഗലായിട്ട് നിങ്ങൾ 5 വർഷം ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ ക്രിമിനൽ കേസുകളിൽ ഒന്നും തന്നെ പെടാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളിവിടെ ലീഗലായിട്ട് താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം കഴിയുമ്പോൾ PR ലഭിക്കാനുള്ള യോഗ്യതകൾ നമ്മൾ നേടും. നമുക്കറിയാം, ഇപ്പോൾ PR ഇവിടെ എടുക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബാലികറാമലാണ്. കാരണം അതിൻ്റെ ഫീസൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇപ്പോഴേ കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും UK പോലെയുള്ള ഒരു രാജ്യത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളിവിടെ വന്നിട്ട് ലീഗലായിട്ടൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ നമ്മൾ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിപ്പോൾ കുറച്ച് പൈസ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുടക്കിയിട്ട് നമ്മൾ ഈ ഒരു PR എടുക്കും. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ PR-ഉം അതിനുശേഷം PR ലഭിച്ചതിന് ശേഷം 1 വർഷം കഴിയുമ്പോൾ നമുക്ക് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് കിട്ടുക എന്നുള്ളത് ഇവിടെ ഒരു നോർമൽ പ്രൊസീജിയറാണ്. ഇപ്പോഴേ കെമി ബെഡ്നോക്ക് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 വർഷം എന്ന് പറയുന്നത് 10 വർഷമാക്കിയിട്ട് വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ ഈ ഒരു
നാച്ചുറലൈസേഷൻ, അതായത് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് കിട്ടുന്ന പറഞ്ഞാൽ 1 വർഷമായത്. കാരണം ഈ 5 വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷം നമുക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുമെന്നുള്ളത് ഇപ്പോഴ് 5 വർഷമാക്കിയിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ശുപാർശയാണ് ഇപ്പോഴേ വെച്ചിരിക്കുന്നത്. എന്തായാലും അത് ഇപ്പോഴ് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ഇടയിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കെമി ബെഡ്നോക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. Britain is our home. It's not a hotel. It's time to tell the truth on immigration and propose real plans to do something about it. We need to change the way our immigration system works. So I'm announcing that the Conservative Party is going to do the following things differently. 1. If you want to stay in our country permanently and apply for indefinite leave to remain, the time you have to live here before you apply will increase from 5 years to 10 years. 2. You will have to be a net contributor with a high enough salary, especially if you want to bring family members with you. And if you've got a criminal record, you're banned. 3. If you've claimed benefits or need social housing, you can't even apply. 4. We will increase the time before you can apply for a British passport from 12 months to 5 years, meaning it will take a minimum of 15 years to start an application. 5. If you enter this country illegally or outstay your visa, you'll be banned from ever gaining leave to remain or a passports. These changes, on top of a strict numerical cap on numbers, will constitute the most robust changes ever made to our immigration system. ബെഡ്നോക്ക് മാത്രമല്ല, പാർലമെന്റിൽ കുറച്ച് എംപിമാരെ ഇതേപോലെയുള്ള ഒരു ശുപാർശകൾ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടേക്ക് വരുന്ന ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. എന്നാൽ ഈ ഒരു കൺസർവേറ്റീവ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ ഒരു ലേബർ ഗവൺമെൻറ്റോ ഇവിടേക്ക് ചെറിയ ബോട്ടുകളിൽ ഈ ഇംഗ്ലീഷ് ചാനലിൽ കടന്നു വരുന്ന ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഇവരെല്ലാവരും തന്നെ അങ്ങനെ വരുന്ന ആൾക്കാരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ താമസിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്ത് ഈ നാട്ടിൽ നിന്ന് കടത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഏകദേശം 37,000 പേരാണ് ഇങ്ങനെ ചെറു ബോട്ടുകളിലായ UK എത്തിച്ചേർന്നുള്ളത്. ഈ ഒരു 2025 ഇപ്പോഴ് ഫെബ്രുവരി ആകുമ്പോഴേക്കും ഏകദേശം 1000-ൽ കൂടുതൽ ആൾക്കാർ ഇതേപോലെയുള്ള ഇല്ലീഗൽ വേയിൽ UK വന്നിട്ടുണ്ട്. അവർക്കെതിരെ ആദ്യം ഒരു നടപടി എടുത്തതിന് ശേഷം ഓക്കെ നിങ്ങൾ ഇപ്പോഴും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്യും. ഇവിടുത്തെ ഒരു പൊതുജന അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലൊക്കെ വരുന്ന ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ ഇവിടെ കടുത്ത നടപടികൾ ഗവൺമെൻറ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള എമിഗ്രേഷൻ കൂടുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ബ്രിട്ടനാണ്. ബ്രിട്ടൻ അത്രയും ആൾക്കാരെ താങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ വരുന്ന ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും UK വല്ല പ്രയോജനവുമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. എന്നാൽ നമ്മളെപ്പോലെയുള്ള ലീഗലായിട്ട് വർക്ക് പെർമിറ്റിൽ വരുന്ന UK ആവശ്യമുള്ള ജോലികൾ ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർക്ക് ലഭിക്കുന്ന ഈ ഒരു PR 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കടുത്ത നടപടി തന്നെ ആയിരിക്കും. അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ UK വരുന്ന ഇവർക്ക് ഏറ്റവും ആവശ്യമുള്ള ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും IT എഞ്ചിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിലും മറ്റ് എഞ്ചിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിലും നേഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ UK വരുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് PR ലഭിക്കുമല്ലോ. പിന്നെ നമ്മൾ അവിടെ നമുക്ക് പെർമനൻ്റായിട്ട് നിൽക്കാം. വേറെ ഏതെങ്കിലുമൊക്കെ ജോലികളൊക്കെ മാറിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യമില്ല. ഈ ഒരു 5 വർഷം കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ ബാക്കിയുള്ള കാര്യം ജീവിക്കാമല്ലോ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് UK കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു സമയത്ത് UK താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാം കിട്ടുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ്. വലിയതായിട്ട് മിച്ചം പിടിക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല. പക്ഷേങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു റെസ്ട്രിക്ഷൻ കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ലോക രാജ്യങ്ങളൊക്കെ ഇതേപോലെയുള്ള നടപടികൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇപ്പോഴ് ഈ ഒരു 5 വർഷമെന്നുള്ള PR പീരീഡിനെ 10 വർഷത്തിലേക്ക് മാറ്റുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കറണ്ട്ലി അങ്ങനൊരു ചാൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇനിയിപ്പം ഗവൺമെൻറ് അങ്ങനെ ഒരു നിയമത്തിലേക്ക്, കാരണം ഇതുവരെ അങ്ങനെ ഒരു നിയമമോ അല്ലെങ്കിൽ ഇത്രയും കാലം ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് 5 വർഷം കഴിഞ്ഞ് PR കൊടുക്കണമെന്നുള്ള നിയമങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇനിയിപ്പോൾ അങ്ങനൊരു നിയമം ഇനിയും വരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ 5 വർഷം കഴിഞ്ഞൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ 5 വർഷത്തോട് അടുത്ത്, കാരണം ഒരു 2019, 2020 സമയങ്ങളിലൊക്കെ വന്നിരിക്കുന്ന മിക്കവാറുമുള്ള ആൾക്കാർക്കെല്ലാം തന്നെ നിങ്ങൾ വർക്ക് പെർമിറ്റ് നിന്നുള്ളവർക്ക് ഇപ്പോഴും നിങ്ങൾ
എലിജിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഉപേക്ഷയൊന്നും വിചാരിക്കാതെ എത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ PR എടുക്കാനുള്ള നടപടികൾ നിങ്ങൾ ചെയ്യുക. ആരോടെങ്കിലുമൊക്കെ പൈസ കടം വാങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ PR-നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഇനി കാത്തിരിക്കാതെ ഇരിക്കാനും ഈ ലേബർ ഗവൺമെൻറ് ആണെങ്കിലും ഇത് കാരണം ഇപ്പോഴേ പാർലമെൻറ്റിൽ പല MP-മാരും ഇങ്ങനൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങനെയുള്ള നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും ഓൾറെഡി ഇവിടെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ആ ഒരു നിയമം ബാധകമാണോ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പ് നമുക്കറിയാം. ലേബർ ഗവൺമെൻറ്റിനാണെന്നുണ്ടെങ്കിലും ജനരോഷം ഇപ്പോഴും ആളിക്കത്തുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളവർക്ക് നാളെ എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. എല്ലാവരും അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇനി ഇപ്പോഴും നിങ്ങൾ PR എടുക്കാൻ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ PR എടുക്കുക. ഈ ഒരു നിയമം വരുമോ വരത്തില്ലോ എന്ന് നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമാണ്. നാളെ ഇങ്ങനെ ഒരു നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ ഒരു പക്ഷെങ്കിൽ അത് ബാധിക്കത്തില്ലായിരിക്കാം. ഇനിയിപ്പോൾ 2025 ഇപ്പോൾ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ വരുന്ന ആൾക്കാർക്കായിരിക്കാം ഈ നിയമം ബാധകമാവുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഒരു ഫൈനൽ ഡിസിഷനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കെമി പെഡ്ഡോക്കിൻ്റെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നിർദ്ദേശം മാത്രമാണ്. ഇതൊരു നിയമമായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് കറണ്ടിൽ നിങ്ങളാരും പേടിക്കേണ്ടുന്ന കാര്യമില്ല. അപ്ഡേഷൻ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.